ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ ശരി, ഞാൻ അങ്ങനെ എത്താം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ 400 പാർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷാ ഒക്കെ ആവർത്തിക്കുമ്പോൾ അത് BJP-യുടെ കേവലം ഇലക്ഷൻ റട്ടറിക് എന്നതിനപ്പുറം അത് യാഥാർത്ഥ്യമാണെന്ന് കരുതിയിരുന്നവരാണെന്ന് തോന്നുന്നു രാജ്യത്തെ ബഹുഭൂരിപക്ഷവും. എന്ന് പറഞ്ഞാൽ ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല, ഞാൻ പറഞ്ഞത് മലയാള മാധ്യമങ്ങൾ ഒന്നുകൂടി ക്രിട്ടിക്കായി കാണുന്ന, അത്തരത്തിൽ ഗോഡി മീഡിയ ആയിട്ടില്ലാത്ത മലയാള മാധ്യമങ്ങൾ പോലും അതിനെ ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടി കണ്ടു. ഒന്നാം ഘട്ടം കഴിയുമ്പോഴേക്കും കാര്യം മാറി എന്ന് പറഞ്ഞാൽ ഈ 7 ഘട്ടങ്ങൾ കഴിയുമ്പോഴേക്കും ഇന്ത്യ സഖ്യത്തിന് സാധ്യത പ്രവചിക്കുന്ന ഇലക്ഷൻ നിരീക്ഷകന്മാരെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഓർമ്മയിൽ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തുള്ള ഓർമ്മയിൽ ഇത്ര പെട്ടെന്ന് ഒരു സിനേറിയോ മാറി തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ജൂൺ 4-ാം തീയതി അത് ഇന്ത്യ ആണെങ്കിലും ഡോക്ടർ മോഹൻ വർഗീസ്. ഹാഷ്മി, ഇത്രയും പെട്ടെന്ന് ആ ഒരു തെരഞ്ഞെടുപ്പ് സെനാരിയോ മാറി മറിയുന്ന ഒരു തെരഞ്ഞെടുപ്പും എൻ്റെ ഓർമ്മയിലില്ല. നമുക്കറിയാം, ജനുവരി മാസം 2024 ജനുവരി മാസം 22-ാം തീയതി അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടന്ന ആ ഒരു പോയിന്റാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും പീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ജനുവരി 22-നും തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങുന്ന, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്ന മാർച്ച് പകുതിക്കും ഇടയിലുള്ള സമയത്താണ് 400 പാർ എന്ന ഒരു വലിയ ഒരു പ്രതീക്ഷ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് പല ആവർത്തി പാർലമെന്റിൽ, ലോക്സഭയിലും രാജ്യസഭയിലും വളരെ എംഫാറ്റിക്കായി ശ്രീ നരേന്ദ്രമോദി അത് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഒരു ബെഞ്ച് മാർക്ക് അവിടെ സെറ്റ് ചെയ്യപ്പെടുകയാണ്. ആ ബെഞ്ച് മാർക്ക് കടക്കുക, അല്ലെങ്കിൽ ആ ബെഞ്ച് മാർക്കിനോടൊപ്പം ഉയരുക എന്നതാണ് BJP-യുടെയും NDAയുടെയും ലക്ഷ്യമായി കരുതിയിരുന്നത്. ഒരു വലിയ വിഭാഗം, ഗോദി മീഡിയ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈവൻ ഇൻഡിപെൻഡൻ്റായി ചിന്തിക്കുന്ന മാധ്യമങ്ങൾ പോലും അതാണ് ചർച്ചയ്ക്ക് വന്നത്. അതായത് ഏപ്രിൽ മാസത്തിന് മുൻപുള്ള എല്ലാ ചർച്ചകളും തന്നെ 400-ലേക്ക് എത്തുമോ, അത് ഏപ്രിൽ മാസത്തിന് ശേഷവും തുടർന്നു എന്നതാണ്. പക്ഷേ അതിനുശേഷം 1-ാം ഘട്ടത്തിന് ശേഷം പടിപടിയായി ആ ഒരു സിംഗിൾ വിഷയമില്ല എന്ന് ഇന്ത്യയിലെ ഇലക്ടറേറ്റിന് ഏതാണ്ട് ബോധ്യമായി. രാമക്ഷേത്രം എന്നതൊരു സിംഗിൾ മോണോലിത്തിക് വിഷയമല്ല, പല വിഷയങ്ങളിൽ ഒന്ന് മാത്രമാണ് ജനങ്ങളെ അല്ലെങ്കിൽ മഹങ്കായി എന്ന വാക്കുകളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് 2019-ലില്ല, 2014-ലില്ല, അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഈ മഹങ്കായി. ഇപ്പം നമ്മൾ ചാനലുകൾ ഗ്രൗണ്ടിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയകൾ ഗ്രൗണ്ടിൽ പോകുമ്പോൾ അവരോട് പറയുന്ന ബഹുഭൂരിപക്ഷ മനുഷ്യരും മഹങ്കായി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, വോട്ട് അവർ ആർക്ക് ചെയ്താലും. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന കൂടി 7 ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇതിൻ്റെ ഒരു സവിശേഷതയാണ് ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്. ശ്രീ ഹാഷ്മി, വിവിധ വിഷയങ്ങൾ ഒരു ഫെഡറൽ രാഷ്ട്രത്തെ വേണ്ടത് വൈവിധ്യങ്ങളാണ്, വിഷയങ്ങളുടെ വൈവിധ്യങ്ങളാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ചട്ടക്കൂട്ട് തന്നെ കേന്ദ്രവും സംസ്ഥാനങ്ങളുമുള്ള പ്രാദേശിക വിഷയങ്ങളും ദേശീയ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്. ഓഫ് കോഴ്സ് ഇത് ദേശീയ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പക്ഷേ അവിടെ സംസ്ഥാന തലത്തിൽ ബാറ്റിൽ ഫീൽഡുകൾ രൂപപ്പെടുകയാണ്. കർണാടകത്തിൽ BJP ആൻഡ് ജനതാദൾ വേഴ്സസ് കോൺഗ്രസ് എന്ന ബാറ്റിൽ ഫീൽഡ് രൂപപ്പെടുകയാണ്. മഹാരാഷ്ട്രയിൽ ശരത് പവാറിന്റെ കക്ഷിയും ഉദ്ധവ് താക്കറെയുടെ കക്ഷിയും പിളർന്നിരിക്കുന്നു. അവർ രണ്ടും കോൺഗ്രസിനോടൊപ്പം ഒരു വിഭാഗം ചേരുകയും BJP-യോടൊപ്പം മറ്റു വിഭാഗം ചേരുകയും ചെയ്യപ്പോൾ വളരെ ആവേശകരമായ പോരാട്ടം മഹാരാഷ്ട്രയിൽ നടക്കുന്നു. ബീഹാർ BJP-യുടെയും NDAയുടെയും തേരോട്ടം കണ്ട 40-ൽ 39 സീറ്റും കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച ബീഹാറിലും അതിശക്തമായ പോരാട്ടത്തിന്റെ ഒരു അന്തരീക്ഷം വരികയാണ്. അവിടെ എല്ലാം ലോക്കൽ ഇഷ്യൂസ് വരുന്നു. ഇതിനെല്ലാം പുറമെയാണ് ജാതി സെൻസസ് എന്ന ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ആ ഒരു വലിയ ഒരു ജീനി, അത് ഇന്ത്യ ആകമാനം ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി കൊണ്ടുവരുന്നതിൽ ഭാഗികമായിട്ടെങ്കിലും ഇന്ത്യ മുന്നണി വിജയിച്ചു. അതുകൊണ്ടാണ് 400 എന്ന നമ്പർ ഒരു സംശയത്തിന്റെ മുന നൽകുന്നു. 400 എന്ന നമ്പർ NDAക്ക് ലഭിച്ചാൽ, 370 എന്ന സീറ്റുകൾ BJPക്ക് ഒറ്റയ്ക്ക് ലഭിച്ചാൽ അത് 3-2 ഭൂരിപക്ഷമാണ്. അത്രയും ഭൂരിപക്ഷം ലഭിച്ചാൽ ഇന്ത്യയുടെ സംവരണ തത്വങ്ങൾ, ഭരണഘടനാപരമായ സംവരണ തത്വങ്ങൾ അട്ടിമറിക്കപ്പെടുമോ എന്ന ഒരു ഭീതി ഒരു മിഡിൽ ക്ലാസിന്റെ ഇടയിലും, പ്രത്യേകിച്ച് OBC ദളിത് വിഭാഗത്തിലെ മിഡിൽ ക്ലാസിന്റെ ഇടയിൽ, അവരാണല്ലോ പത്രങ്ങൾ വായിക്കുന്ന, അവരാണല്ലോ മാധ്യമങ്ങൾ ഫോളോ ചെയ്യുന്ന വിഭാഗം, അവർ ഒപ്പീനിയൻ മേക്കേഴ്സ് കൂടിയാണ്. ഇന്ത്യയിലെ 60% വരുന്ന OBC എന്ന വിഭാഗത്തിന് പല സെഗ്മെന്റായിട്ട് നിൽക്കുകയാണ്. അവരുടെ ഇടയിൽ ചെറിയ ഒരു ആശയക്കുഴപ്പം വരുന്നു. അതിനെ മറികടക്കാനായി ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം നൽകും, അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയുടെ വിഭവങ്ങളുടെ ആദ്യ ഷെയർ നൽകും എന്ന രീതിയിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ മറുവശത്തും ഒരു ശ്രമം നടക്കുന്നു. അതിന് നേരിട്ട് മോദി ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ 370-ലേക്ക് കൃത്യമായി എത്താൻ സാധിക്കും എന്ന വിശ്വാസം ശ്രീ നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നു എങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ
മധ്യത്തിൽ വെച്ച് അല്ലെങ്കിൽ 1ാം സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഈ നറേറ്റീവ് മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ നോക്കൂ, അതിനുശേഷം വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നു. തൻ്റെ ജന്മം ഒരു ബയോളജിക്കൽ ജന്മമല്ല, മറിച്ച് മറ്റൊരു രീതിയിൽ ഒരു ദൈവദത്തമായ ഒരു നിയോഗമായി താൻ ഇതിനെ കാണുന്നു എന്ന് പറയുമ്പോൾ അതിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, അത് ഇന്ത്യയുടെ ജനങ്ങൾക്ക് ഒരു വലിയ അഷ്വറൻസ് നൽകുകയാണ്. താൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, ഭാരതത്തെ സംരക്ഷിക്കാനുള്ള തൻ്റെ ദൗത്യം താൻ വളരെ വളരെ ഭവ്യമായി ഏറ്റെടുക്കുന്നു എന്ന ഒരു അഡ്മിഷൻ. മറുവശത്തെ ഇത് പഴയ ഒരു ഡിവൈൻ ഒറിജിൻ തിയറിയുടെ ഒരു പുനരാവിഷ്കാരം. അതായത് രാഷ്ട്രം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, രാജ്യത്തിൻ്റെ ഭരണാധികാരി ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, അതായത് കിങ് ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗാഡ് ഓൺ എർത്ത് എന്ന് പറയുന്ന ആ ഒരു തിയറിയുടെ, അത് ജപ്പാനിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. സൂര്യഭഗവാൻ അല്ലെങ്കിൽ സൺ ഗോഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ജപ്പാൻ്റെ ചക്രവർത്തി. അതുപോലെ ഈ വിശ്വാസത്തിൻ്റെ സംരക്ഷകനാണ് അല്ലെങ്കിൽ സംരക്ഷകയാണ് ബ്രിട്ടീഷ് രാജകുടുംബം. ഇതെല്ലാം ഒരു മൊണാർക്കിക്കൽ സിസ്റ്റത്തിൽ വളരെ പ്രായോഗികമായി നടക്കുന്ന കാര്യങ്ങൾ. ഒരു രാജ്യത്തെ ഒരുമിച്ച് നിർത്താൻ അത് ആവശ്യമാണ്. എന്നാൽ ജനാധിപത്യ രാജ്യം നോക്കൂ, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അവിടെ രാജഭരണത്തിൻ്റെയോ അതുപോലെ ഈ ഏകശിലാ സംവിധാനത്തിൻ്റെയോ പ്രതീകങ്ങളായ ചെങ്കോലാകട്ടെ, തമിഴ്നാട്ടിലെ ചോള സാമ്രാജ്യത്തിൻ്റെ പ്രതീകമായ അന്നത്തെ അധികാരഘടനയുടെ പ്രതീകമായ ചെങ്കോൽ പാർലമെൻറ്റിൽ സ്ഥാപിക്കുന്നതായിക്കൊള്ളട്ടെ, ഈ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അതിൻ്റെ മുഖ്യ കാർമ്മികനായി നരേന്ദ്രമോദി തന്നെ യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ട് വരുന്നതായിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ ഒരു വ്യത്യസ്തമായ മതത്തിനും അതീതമായ ഒരു പരിവേഷം, അതൊരു ആധ്യാത്മിക പരിവേഷം സൃഷ്ടിക്കുകയാണ്. ആ പരിവേഷത്തിൻ്റെ പരിസമാപ്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ച ഇന്ന് വൈകുന്നേരം മുതൽ 45 മണിക്കൂർ ശ്രീ നരേന്ദ്രമോദി ധ്യാനമിരിക്കുകയാണ്. അതും വളരെ സിംബോളിക്കായ ഒരു സ്ഥലത്താണ്. കന്യാകുമാരി എന്ന സ്ഥലത്തെ 3 സമുദ്രങ്ങൾ ഒന്നിച്ചു ചേരുന്ന ആ ഒരു പോയിന്റിൽ ധ്യാനമിരിക്കുകയാണ്. എല്ലാ ക്യാമറ കണ്ണുകളും ആ പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുന്നു. സ്വാഭാവികമായി ഇതൊരു പ്രചരണ തന്ത്രമാണെന്ന് തോന്നാം. അതുകൊണ്ട് ഇത് 2 വശങ്ങളുള്ള 2 തലയുള്ള വാളാണ്. ഇതൊരു പ്രചരണമല്ല എന്ന വാദഗതിയോട് യോജിക്കാനൊക്കെ ഇത് പ്രചരണം തന്നെയാണ്. അതേസമയം ഇതൊരു ഇൻകംബന്റിന്റെ അവകാശമാണ്. താൻ വ്യക്തി എന്ന നിലയിൽ ഒരു അതുകൊണ്ടാണ് ഇലക്ഷൻ ഇതിനു മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ കാര്യം ഇടപെട്ട് കണ്ടില്ല. അപ്പൊ ഇത് ബിജെപിയോട് ഒന്ന് നിയന്ത്രിക്കണമെന്നൊക്കെ അവസാന ഘട്ടത്തിൽ പറഞ്ഞല്ലാതെ ഇതിലും വലിയ എന്താണ് വിദ്വേഷ വർത്താനം പറഞ്ഞപ്പോൾ ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടുണ്ടല്ലോ. അപ്പൊ ഇതിലിടപെടും എന്ന് പ്രതിപക്ഷം കരുതാനും വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.